ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്, നേരെ പോയ ഫ്ലവർ ഫാം, പിന്നെ ഇപ്പുറത്തോട്ട് പോയ ലോഡ്ജിങ്. ഇതാണ് ഇർവിങ്ടൺ സ്പ്രിംഗ് ഫാമിൻ്റെ ബോർഡ്. അപ്പോൾ ഇതാണ് ഇർവിങ്ടൺ സ്പ്രിംഗ് ഫാമിലെ കോട്ടേജ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റേയ്സൊക്കെ അവൈലബിൾ ആണെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ റിസോർട്ട് പോലത്തെ ഒരു സ്ഥലമാണ്, ഇവിടെ വന്ന് താമസിക്കാം. ഇവിടെ ആരെയും കാണുന്നില്ല, ഇതിനെപ്പറ്റിയൊന്നും ചോദിക്കാൻ പറ്റിയത്. ഫാം ഹൗസ് എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. പോളിനേറ്റർ ഹാബിറ്റാറ്റ് എന്നൊക്കെ പറഞ്ഞ് ബോർഡൊക്കെ കണ്ടിട്ടുണ്ട്. ഇതാണ് സ്റ്റേ ചെയ്യാൻ പറ്റിയ ലൊക്കേഷൻ. അപ്പോൾ ഇർവിങ്ടൺ സ്പ്രിംഗ് ഫാമിലാണ്. അപ്പോൾ ഇവിടെ വന്ന് ഒരു കോട്ടേജ് ഗാർഡൻ എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കയറി നോക്കാം. ചെറിയൊരു ഗാർഡനാണ്. ഇവിടെ റോസൊക്കെ ഉണ്ട്. അധികം ഫ്ലവേഴ്സ് ഒന്നുമില്ല. ഇതെന്താണ്, സൺഫ്ലവർ ആണെന്ന് തോന്നുന്നു. സൺഫ്ലവർ അല്ലേ? പിന്നെന്താണിത്? അതിൻ്റെ പേര് മറന്നുപോയി. ഇത് കേരളത്തിലുള്ള ഒരു പൂവാണ്. എന്താണോ? പിന്നെന്താണ്? ഇതിൻ്റെ പേരും മറന്നുപോയി. ഇത് അവിടുത്തെ ഗാർഡനിലൊക്കെ കാണുന്ന ഫ്ലവറാണ്. എന്താണ് പേര് ഞാൻ മറന്നുപോയി. പിന്നെ ഇതും ഇത് കോഴിവാലം പോകുന്നൊക്കെയാണ് പറയണത് കേരളത്തിൽ. പിന്നെ കുറച്ച് വെറൈറ്റി എന്ന് പറയാൻ, ഇത് ബ്യൂട്ടിഫുൾ പൂവാണ്. നമ്മുടെ ഡാലിയ പോലെ ഉണ്ട്. ഇവിടെ ഇതുപോലത്തെ ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ്. വണ്ട് വന്നിരിപ്പുണ്ട്. ഡാലിയല്ലേ? ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. ടൈമിങ്സ് ഇതാണ്, ട്യൂസ്ഡേ ടു സാറ്റർഡേ 9 AM to 6 PM, സൺഡേ മൺഡേ ക്ലോസ്ഡ് ആണ്. ഇതിൻ്റെ വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട്, അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഇർവിങ്ടൺ സ്പ്രിംഗ് ഫാം. ഇവിടെ ഇങ്ങനെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, ഇർവിങ്ടൺ സ്പ്രിംഗ് ഫാം എന്ന് പറഞ്ഞിട്ട്. ഇതാണ് ബോർഡ്. പൂവൊക്കെ ഇങ്ങനെ വരച്ച് വെച്ചിട്ടുണ്ട്. ഇതാണ് ഈ ഒരു പമ്പാസ് ഗ്രാസ് എന്നാണ് പറയുന്നത്. ഇത് സൗത്ത് അമേരിക്കയിലെ പമ്പാസ് എന്ന് പറഞ്ഞ റീജിയനിൽ ഉണ്ടാകുന്ന ഗ്രാസാണ്. അപ്പോൾ ഇത് ഓർണമെൻ്റൽ യൂസിന്, ഈ ഒരു തരം വെള്ള ഇത് ഈ പൂവുണ്ടാവും, അത് കാണാൻ നല്ല ഭംഗിയാണ്. ഇത് സൗത്ത് അമേരിക്കയിൽ കണ്ടവനുണ്ട്, പക്ഷേ ഇത് ഇവിടെ പിടിപ്പിച്ചിട്ടുണ്ട്. ഇതാണ് പമ്പാസ് ഗ്രാസ്. ഓർണമെൻ്റൽ പ്ലാന്റ് ആണ്, പക്ഷേ ഇത് ഇൻവെസീവ് ആണ്. സൂക്ഷിച്ചാലും കാട് പോലെ പിടിക്കും. പമ്പാസ് ഗ്രാസ്.
കാണുന്ന ചെടി നിങ്ങൾ ശ്രദ്ധിച്ചോട്ടെ. ഇപ്പോൾ ഇത് ഗോൾഡൻ റോഡ് എന്നാണ് പറയപ്പെടുന്നത്. സൗത്ത് അമേരിക്കയിലൊക്കെ ഉണ്ടാവാനുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നോർത്ത് അമേരിക്കയിലുണ്ട്. അപ്പോൾ ഇത് പോളിനേറ്ററായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം ഞാൻ മറന്നുപോയി. അത് ആ പീക്സ് വ്യൂ പാർക്കിൻ്റെ വീഡിയോയിലുണ്ട്. അപ്പോൾ മെയിനായിട്ട് പോളിനേഷൻ നടക്കാൻ വേണ്ടിയാണ് ഈ ഗോൾഡൻ റോഡ് എന്ന് പറഞ്ഞ ഈ ചെടി ഇങ്ങനെ പിടിപ്പിക്കണം. അപ്പോൾ ഇതുണ്ടെങ്കിൽ കണ്ടമാനം ഇൻസെക്ട്സ് വരും. ഇപ്പോൾ പോളിനേഷൻ നന്നായിട്ട് നടക്കും. പിന്നെ ഇത് എന്ത് ഗ്യാപ്പ് പ്ലാന്റ്, ബ്രിഡ്ജ് പ്ലാന്റ് എന്ന് പറയുന്നുണ്ട്. എന്താണ് ഫോൾ സീസണിൽ എന്താണ് ഫുഡൊന്നും ഇല്ലാതാകുമ്പോൾ ഈ പ്ലാന്റ്സ് ബ്ലൂമായിട്ട് ഇൻസെക്ട്സിനെ ഫീഡ് ചെയ്യുമെന്നാണ് പറയണം. അപ്പോൾ അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ കൂടി ഞാൻ കാണിച്ചേക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ ഡിസ്ക്രിപ്ഷൻ. ക്യാൻ ഫിൽ ഇൻ ദ ഗ്യാപ്പ് ആസ് എ ഫുഡ് സോഴ്സ്. തൈമം, സൈനോഗ്ലോസം, ലാവണ്ടർ, പിന്നെ സിനിയാസ്, കോസ്മോസ്, ഇതിനൊക്കെയാണ് ബ്രിഡ്ജ് പ്ലാന്റ്സ് എന്ന് പറയുന്നത്. ഇതെന്താണ് സീനിയ എന്ന് പറഞ്ഞ ഫ്ലവറാണ്. ഇത് ഉണ്ട്, കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇത്ര പ്രത്യേക ഭംഗിയുള്ള ഈ റെഡ് ഉള്ള സീനയുണ്ട്. സീനിയ എന്നാണ് പറയണത്. ചിലർ സീന പൂ എന്നൊക്കെയാണ് നമ്മൾ കേരളത്തിൽ പറയുന്നത്. അപ്പോൾ ഇവിടെ സീനായി ഫ്ലവർ എന്നാണ് പറയണത്. കേരളത്തിലുണ്ട്. ഇതിവിടെ കണ്ടവനം പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് വയലറ്റ് കളറുള്ളത്, ഇത് യെല്ലോ കളറുള്ളത്, പിന്നെ വൈറ്റ് കളറുള്ളത്, പിന്നെ ഓറഞ്ച് ഉണ്ട്. പിന്നെ ഇത്രയും റെഡ് കളറുള്ളുണ്ട്. പിന്നെ കാവി സീനിയുണ്ട്, BJP കാരുടെ കളർ. വൈറ്റ് കളർ ഡാലിയുണ്ട്. ഇവിടെ കുറേ വൈറ്റ് ഡാലിയാസ് ഈ റോയിൽ കുറേ പിടിപ്പിച്ചിട്ടുണ്ട്. ഇതാണ് വൈറ്റ് ഷെയ്ഡിലുള്ള ഡാലിയ. പിന്നെ ഒരുതരം റോസ് കളറുള്ള ഇത് ഡാലിയുണ്ട്. ഇത് പിങ്ക് കളർ ഡാലിയുണ്ട്. പിന്നെ അത് ഈ കളറുള്ള ഡാലിയുണ്ട്.
ഒരു പിങ്ക് വയലറ്റ് ഒരു ഡാലിയ ഉണ്ട്, അതിൻ്റെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. നല്ല ബ്യൂട്ടിഫുൾ വയലറ്റാണെന്ന് വിചാരിക്കും, ഡാലിയ. പിന്നെ ഈ ഇതേപോലെ യെല്ലോ കളറുള്ള ഡാലിയ ഉണ്ട്. ഷെയ്ഡിലുള്ള ഡാലിയ ഉണ്ട്. ഇതിൻ്റെ ഭംഗി ഇങ്ങനെ ഈ കളറിലുള്ള ഡാലിയ ഉണ്ട് കേട്ടോ. ഞാൻ ഡാലിയുടെ ഡിഫറെൻറ്റ് കളേഴ്സ് കാണിക്കുന്നതാണ്. ആരും ഇൻട്രസ്റ്റ് ഉള്ളവർ ഇത് നന്നായിട്ട് തോന്നും, അതുകൊണ്ട് കാണിക്കുന്ന. ഇങ്ങനത്തെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഡാലിയ ഫ്ലവേഴ്സൊക്കെ ഓർഡർ ചെയ്യുക, ബൊക്കെയൊക്കെ ഓർഡർ ചെയ്യാം, എപ്പോഴും അവൈലബിൾ ആണ്. സ്പ്രിങ്ങിൽ വന്നാൽ കുറേ കൂടി നല്ല വ്യൂ ആയിരിക്കും ഇവിടെ. തേൻ കുടിക്കണ ഉണ്ട്. ഓറഞ്ചിൻ്റെ ഒരു ഷെയ്ഡാണ് ഡാലിയ. ഇപ്പോൾ ഡാലിയാണ് ഇവിടുത്തെ താരം. ഈ തരം റെഡ് ഷെയ്ഡ് ഈ ഡാലിയ ഇത് നല്ല അട്രാക്റ്റീവ് ഡാലിയാണ്, ബ്ലൂമായിട്ടുള്ള. ഇവിടെ ഈ ഡാർക്ക് റെഡിലുള്ള ഡാലിയ ഉണ്ട്. ഡാലിയുടെ ഒരു വൈറ്റ് കളക്ഷൻ ഉണ്ട്, ഡിഫറെൻറ്റ് കളേഴ്സ് ഉള്ളത് ഞാൻ കാണിക്കാം. ഇത് അടുത്തത് ഇതാണ് ഒരു ഡീപ്പ് റെഡുള്ള, എന്ത് ക്രിംസൺ റെഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാമല്ലോ. റെഡിൻ്റെ ഒരു വെറൈറ്റി. ഈ ക്രിംസൺ ആണോ അല്ലെന്ന് എനിക്ക് ശരിക്കറിയില്ല. അങ്ങനെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സുള്ള ഡാലിയ ഇവിടെയുണ്ട്. മിക്സ്ഡ് ഷെയ്ഡുള്ള ഡാലിയ ഉണ്ട് ഇവിടെ. ഇവിടെ ഡാലിയാണ് താരമെന്ന് തോന്നുന്നു. ഇവർ ഡാലിയ ബൊക്കേസൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിവിടെ ഇങ്ങനെ സ്ട്രോബെറി ഒക്കെ ഉണ്ടായിട്ടുണ്ട്. സ്ട്രോബെറിയാണിത്, നിങ്ങൾ കാണിച്ചെന്നുള്ളൂ. ഇപ്പോൾ ഇർവിൻടൺ സ്പ്രിംഗ് ഫാമിൽ സ്പ്രിംഗ് സീസണിലൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ സീസണിൽ വന്നാൽ നല്ല സ്ട്രോബെറി കിട്ടും. ഇതിൻ്റെ വാല് പൊക്കി വെക്കി ഇവിടെ മേത്തോട്ട് ചാടരുത്.
ഇവിടെ ഇങ്ങനെ നിന്നപ്പോൾ ഒരു പരിചയമുള്ളൊരു ഫ്രൂട്ട് ട്രീ കണ്ട്. അപ്പോൾ ഇതെന്താണെന്ന് നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇത് വേറൊന്നുമല്ല, ഇതാണ് നമ്മുടെ ആപ്പിള്. അപ്പോൾ ഇവിടെ വിർജീനിയ, ലിഞ്ച്ബർഗിലൊക്കെ ആപ്പിളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാവും. ഇതിപ്പോൾ പച്ച ആപ്പിളാണ്. പിന്നെ പഴുത്തത് പഴുത്തുകൊണ്ടിരിക്കുന്ന ഒരു ആപ്പിളുണ്ട്. പിന്നെ ഇത് ഒരു കളർ മാറിയ ആപ്പിളാണ്. അപ്പോൾ ആപ്പിളാണ്. പിന്നെ ഇവിടെ ആപ്പിള് നിലത്ത് കുറേ കിടപ്പുണ്ട് കേട്ടോ. ഇതൊക്കെ നിലത്ത് കിടക്കുന്ന ആപ്പിളാണ്. പിന്നെ അത് ഇവിടെ കുറേ തേനീച്ച പോലത്തെ സാധനം വന്ന് ആപ്പിൾ കഴിക്കുന്നുണ്ട്. ഇപ്പം ഇതാണ് പച്ച ആപ്പിള്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോ. പിന്നെ അവിടെ കുറച്ച് ചുവന്ന ആപ്പിൾ ഇവിടെ ഉണ്ട്. ഇവിടെ ഒരു ആപ്പിൾ ഉണ്ടാക്കി കിടപ്പുണ്ട്. ഇത് അലൗഡല്ല, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇത് പറിച്ചാൻ വീഡിയോ എടുക്കുക, പക്ഷേ പറിക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് പറിക്കണില്ല, അല്ലെങ്കിൽ ഫ്രഷ് ആപ്പിളിൻ്റെ ടേസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യാം. ആപ്പിൾ മരത്തിൻ്റെ അടിയിൽ ഇവിടെ ഇരിക്കാനുള്ള കസേരയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഈ നമ്മുടെ ഈ നിറയെ ആപ്പിളുണ്ട് ഇതിൻ്റെ അകത്ത്. ഇന്നലെ ഇവിടെ മഴയായിരുന്നു, അത് കാരണം ഇത്തിരി ബെറ്റാണ്. ഇത് അവിടെയും നിൽക്കുന്ന 2 മരം ആപ്പിളാണ്. ഇനി പൂച്ച പുറകെ നമ്മുടെ വിടാതെ പുറകെ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇതാണ് ആപ്പിൾ. അതിവിടെ ഒരു ഷോപ്പുണ്ട്. ഇവിടെ ഫ്ലവേഴ്സൊക്കെ പർച്ചേസ് ചെയ്യാം. പിന്നെ ഡോർ ഡാഷിൽ ഡെലിവറി ഉണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ ഡാലിയ ബഞ്ചസ് അതിൻ്റെ ഉണ്ട്. പിന്നെ എന്താണ് വെഡ്ഡിങ്സ്, ബൊക്കേസ് ഇതെല്ലാം ഉണ്ട് ഇവിടെ. അതോട്ട് ഇപ്പോൾ കയറണില്ല, ഞാൻ കുറച്ച് കഴിയുമ്പോൾ കയറുകയാണെങ്കിൽ കാണിച്ചു തരാം. ഇവിടെ ഇങ്ങനെ ടീഷർട്ടും തൊപ്പിയും ഇതൊക്കെ വിൽക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ അതിവിടെ സ്റ്റിക്കേഴ്സ് ഉണ്ട്. പിന്നെന്താണ് അതൊക്കെയാണ് ഈ ഷോപ്പിൻ്റെ പുറത്തുള്ള സംഭവങ്ങൾ. അപ്പോൾ നമ്മൾ ഇവരുടെ സ്റ്റോറിൻ്റെ അത് പർച്ചേസ് കയറി പർച്ചേസ് ചെയ്യാനല്ല, സ്റ്റോറിൽ കാണാൻ കയറി. അപ്പോൾ ഇവർ ഫ്ലവേഴ്സൊക്കെ ഇവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫുള്ളി റെഫ്രിജറേറ്റഡ് ആണ്. പിന്നെ ഹാൻഡ് മെയ്ഡ് പോട്ട്രി ഇത് നന്നായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മേസൺ ജാർ അറേഞ്ച്മെൻറ്റ്സ്. പിന്നെന്താണ് താഴത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ബൊക്കേസ് എന്നോട് ഇത് പ്ലീസ് പർച്ചേസ് ഫ്ലവേഴ്സ് ബിഫോർ ടേക്കിംഗ് ഫോട്ടോസ്. ഇത് ബൊക്കെയാണ്, നന്നായിട്ട് അറേഞ്ച് ചെയ്തു. ബ്യൂട്ടിഫുള്ളായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മേസൺ ജാർ ഇതിന് $60.
ഇതും ബൊക്കെയാണ്. ഇക്കാലിപ്റ്റസ് ആണെന്ന് പറയുന്നത്. ഇങ്ങനത്തെ ഇക്കാലിപ്റ്റസിനെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടത്. ടേണിയർ ഷവർ ഇന്ത്യസ് വിത്ത് ബഞ്ച് ഓഫ് ഇക്കാലിപ്റ്റസ്, ബഞ്ചസ് എന്ന് പറഞ്ഞ എഴുതിയാണ്. ചെറിയൊരു സ്മെല്ല് പോലെ ഉണ്ട്, പക്ഷെ ഇത് ഇക്കാലിപ്റ്റസ് ആണെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അവിടെ ഇക്കാലിപ്റ്റസ് എന്ന് പറഞ്ഞാൽ വലിയ മരമാണ്. ബഞ്ചസ് ഇതൊക്കെയാണ് ഇവിടെ സ്റ്റോറിലെ കാഴ്ചകൾ. ഒളിച്ചു നോക്കാൻ പറ്റില്ല.